നമസ്കാരം. സെൻസ് ടെക്കിൻ്റെ എൻട്രൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാത്തമാറ്റിക്സിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഇയറിലെ തന്നെ അല്ലെങ്കിൽ കാൽക്കുലേഷനിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ഒരു ടോപ്പിക്കാണ്. അതായത് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിലെ പ്രീവിയസ് ആയിട്ടുള്ള കീമിൻ്റെയും അതുപോലെ ജെയുടെയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യുന്നത്. പ്രീവിയസ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, അതായത് 2012 മുതൽ 2019 വരെ ചോദിച്ച കീമിൻ്റെയും അതുപോലെ ജെയുടെയും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഓരോ എപ്പിസോഡുകളും കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിലെ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദി ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയും. ഒരു കർവിന് താഴെയുള്ള ഏരിയ കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയും. അപ്പോൾ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ആൻറ്റി ഡെറിവേറ്റീവ് പ്രോസസ്സ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് കണ്ടുപിടിക്കുക. അപ്പോൾ സ്ലോപ്പിൽ നിന്ന് ഒറിജിനൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനും എന്ത് ചെയ്യാം? ഇൻ്റഗ്രേഷൻ എന്ന് പറയാം. dy/dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കർവിൻ്റെ സ്ലോപ്പാണ്. ആ സ്ലോപ്പിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്തു? ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. സ്ലോപ്പിൽ നിന്ന് ഒറിജിനൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റഗ്രേഷൻ. അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ഈസ് ദി ആൻറ്റി ഡെറിവേറ്റീവ് പ്രോസസ്സ്, അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദി ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയും. അപ്പോൾ പല രീതികളിൽ അവിടെ ഇൻ്റഗ്രേഷൻ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഡെറിവേറ്റീവ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പറയും, ട്രിഗണോമെട്രിക് ഇൻ്റഗ്രേഷൻ പറയും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പോയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഫംഗ്ഷൻസ് ഒക്കെ ഓർമ്മയുണ്ടോ? പാർഷ്യൽ ഫംഗ്ഷൻസ് 1/, ക്വാഡ്രാറ്റിക് ഫോം, പല ഫോംസ് ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. ഇൻ്റഗ്രേഷനിൽ പല പല മെത്തേഡ്സ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ആദ്യം പറയുന്ന യൂഷ്വൽ ഇൻ്റഗ്രേഷൻ. സാധാരണഗതിയിൽ ഫംഗ്ഷനെ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത് യൂഷ്വൽ ഇൻ്റഗ്രേഷൻ. രണ്ടാമത് പറയുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് ദി ഫോം f(x) × f'(x) എന്നൊക്കെ പറയുന്ന ഫോമിൽ വരും. ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഡെറിവേറ്റീവ് വരെ, അല്ലെങ്കിൽ f'(x) / f(x) × dx എന്നൊക്കെ പറയുന്ന ഫോമിൽ വരും. ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഡെറിവേറ്റീവ് അത് ന്യൂമറലായിട്ട് കാണാം, അല്ലെങ്കിൽ ഡിനോമിനേറ്ററായിട്ട് കാണാം, അങ്ങനെ വരും. ഒരു ഫംഗ്ഷൻ ഇൻറ്റു അതിൻ്റെ ഡെറിവേറ്റീവ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ബൈ അതിൻ്റെ ഡെറിവേറ്റീവ്, അങ്ങനത്തെ ഫോമിൽ പറഞ്ഞു പോകും. ആ സമയത്തെല്ലാം നമ്മൾ ഉപയോഗിക്കപ്പെടുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയും. മൂന്നാമത് പറയുന്നതാണ് ഏതാണ്? ട്രിഗണോമെട്രിക് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന സമയത്ത് അതിനകത്തിൽ എപ്പോഴും വരുന്ന ഏതാണ്? ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആയിരിക്കും. ഇൻ്റഗ്രൽ sin x × cos x അല്ലെങ്കിൽ cos x × sin x എന്നൊക്കെ പറയുന്ന ഫോമിൽ വരും. നാലാമത് പറയുന്നത് 1/, ക്വാഡ്രാറ്റിക് ഫോം, 1/ax² + bx + c. അപ്പോൾ ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. 1/, ക്വാഡ്രാറ്റിക് ഫോം. അടുത്ത നമ്മൾ പറയുന്ന 1/√of ക്വാഡ്രാറ്റിക് ഫോം, 1/√ax² + bx + c × dx, 1/√of ക്വാഡ്രാറ്റിക് ഫോം. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്ന രീതി. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇൻ്റഗ്രൽ പാർഷ്യൽ ഫ്രാക്ഷൻസ്, അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു മെത്തേഡ് പറയാം. px + q / ax² + bx + c × dx. അതായത് ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഡിവൈഡഡ് ബൈ ക്വാഡ്രാറ്റിക് ഫോം. ആ സമയത്തൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? px + q = a × d/dx ഓഫ് ദ ഡിനോമിനേറ്റർ, plus a കോൺസ്റ്റന്റ് b എന്ന് പറയുന്ന ഫോമിൽ എഴുതി പോകും. ഇങ്ങനെയാണ് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഒന്ന് ഓടിച്ച് എല്ലാ മെത്തേഡ്സും നമ്മൾ പറഞ്ഞു പോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് സമയം ലഭിക്കില്ല. ജസ്റ്റ് നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഓർമ്മയിലെ കാര്യങ്ങൾ ഒന്ന് ചികഞ്ഞെടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. px + q = a × d/dx ഓഫ് ദ ഡിനോമിനേറ്റർ plus a കോൺസ്റ്റന്റ് b എന്ന് എഴുതാം. അതിനുശേഷം നമ്മൾ പറയുന്നതാണ് എന്താണ്? പാർഷ്യൽ ഫ്രാക്ഷൻസ് എന്ന് പറയും. പാർഷ്യൽ ഫ്രാക്ഷൻസ് എങ്ങനെയാണ്? px + q / x - a × x - b. ആ ഫോമിലൊക്കെ വരുന്ന സമയത്ത് a/x - a + b/x - b അല്ലേ? അതുപോലെ px + q / x - a² × x - b. ആ ഫോമിൽ വരുമ്പോൾ a/x - a b/x - a² + c / x - b അല്ലേ? ഇങ്ങനെ എഴുതിപ്പോവും. അതിനുശേഷം നമ്മൾ പറയുന്നതാണ് px + q / ഇറഡ്യൂസിബിൾ ക്വാഡ്രാറ്റിക് ഫോം അല്ലേ? എങ്ങനെ വരും? px + q / x - a × ax² + bx + c. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? a/x - a plus bx + c / that is irreducible quadratic form. ഇങ്ങനെ പറയുന്ന ഫോമുകൾ, ഈ പറഞ്ഞ ഫോമുകൾ. പിന്നെ അതിനുശേഷം പഠിക്കുന്ന ഫോമുണ്ട്. എന്താണ്? ഇൻ്റഗ്രൽ 1/√of x² - a², integral 1/√of a² - x², integral 1/√of x² + a². പിന്നെ അതിനുശേഷം integral √of
എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ഈ പറയുന്ന ഫോം. ഇതിൻ്റെ എല്ലാം റിസൾട്ടുകൾ വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ മോഡ്യൂളിലെ ഫ്രണ്ടിൽ കാണും. ഈ റിസൾട്ടുകളെല്ലാം വ്യക്തമായി അറിഞ്ഞിരിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും എന്താണ് യൂഷ്വൽ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ട്രിഗ്നോമെട്രി ഇൻ്റഗ്രേഷൻ, പാർഷ്യൽ ഫാഷൻ, 1 ക്വാഡ്രാറ്റിക്, 1 റൂട്ട് ഓഫ് ക്വാഡ്രാറ്റിക്, പി പ്ലസ് ക്യൂ ഡിവൈഡ് ബൈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി, അതുപോലെ പി പ്ലസ് ക്യൂ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി, ആ പറയുന്ന ഫോമുണ്ട്. പാർഷ്യൽ ഫംഗ്ഷൻ ഫോം, പിന്നെ 1 എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, 1 ആണ്, 1 റൂട്ട് ഓഫ്, ഇനി റൂട്ട് 1 ഇല്ലാതെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. പിന്നെ അതിനുശേഷം നമ്മൾ പറയുന്നത് ഇൻ്റഗ്രൽ ആസ് എ ലിമിറ്റ് ഓഫ് എസ് എം, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ പ്രോപ്പർട്ടീസ്, ഇൻ്റഗ്രലിലെ 7 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ഉണ്ട്. ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ 7 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ഐ ഡി വൈ. അതുപോലെ ലിമിറ്റ് തമ്മിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു മൈനസിൻ്റെ വ്യത്യാസം വരും. അങ്ങനെ 7 പ്രോപ്പർട്ടീസ് ഉണ്ട്. അത്രയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ നടന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ സമയം തികയില്ല. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള റിസൾട്ടുകൾ പറഞ്ഞു പോകാം. അപ്പോൾ റിസൾട്ടുകൾ വളരെ വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ഓരോ ക്വസ്റ്റ്യനും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആദ്യ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ ലോഗ് എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് ലോഗ് എ ഹോൾ ഇൻറ്റു ഡി എക്സ്. അപ്പോൾ നമ്മൾ വായിക്കാം ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ ലോഗ് എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് ലോഗ് എ ഇൻറ്റു ഡി എക്സ് എന്നായി മാറും. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ എഴുതുന്ന സമയത്ത് ഇൻ്റഗ്രൽ ഇ റൈസ് ടു ലോഗ് എക്സ് റൈസ് ടു എ പ്ലസ് ഇ റൈസ് ടു ലോഗ് എ റൈസ് ടു എക്സ് എന്നായി മാറും ഇൻറ്റു ഡി എക്സ്. ഏത് ഫോമാണ് നമ്മൾ യൂസ് ചെയ്തത്? ലോഗ് എ റൈസ് ടു എം. ലോഗ് എ റൈസ് ടു എം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എം ലോഗ് എ എന്ന് പറയുന്ന ഫോം. ലോഗ് എ റൈസ് ടു എം എന്ന് പറഞ്ഞാൽ എം ലോഗ് എ. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാം, ഇയും ലോഗും പരസ്പരം റെസിപ്രോക്കലാണ്. ദാറ്റ് ഈസ് എക്സ് റൈസ് ടു എ പ്ലസ് ഇ റൈസ് ടു ലോഗ്, ഈ ലോഗും തമ്മിൽ ക്യാൻസലായി മാറി എ റൈസ് ടു എക്സ് ഇൻറ്റു ഡി എക്സ് എന്നായി മാറും. ഇത് ഏത് ഫോമില? ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എ ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എ റൈസ് ടു എക്സ് ഇൻറ്റു ഡി എക്സ് എന്നായി മാറും. എക്സ് റൈസ് ടു എ എന്ന് പറഞ്ഞാൽ ഇത് ഏത് ഫോമില? എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്ന ഫോം. എക്സ് റൈസ് ടുൻ്റെ ഇൻ്റഗ്രൽ എത്ര? എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. അപ്പോൾ എക്സ് റൈസ് ടു എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എ പ്ലസ് 1 പ്ലസ് ഇൻ്റഗ്രൽ എ റൈസ് ടു എക്സ് എന്നായി മാറും എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ പ്ലസ് ദി കോൺസ്റ്റൻറ്റ് സി. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, ലോഗ് ഇ റൈസ് ടു എ ലോഗ് എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് ലോഗ് എ എന്ന് പറയുന്ന ഫോമിലാണ്. അപ്പോൾ ഇതിനെ എന്ത് വിളിക്കാം? ഇ റൈസ് ടു ലോഗ് എക്സ് റൈസ് ടു എന്ന് എഴുതാം. കാരണം ലോഗ് എ റൈസ് ടു എം എന്ന് പറയുന്നതാണ് എം ലോഗ് എ എന്നുള്ളതാണ്. അപ്പോൾ ലോഗ് എക്സ് റൈസ് ടു എ പ്ലസ് ഇ റൈസ് ടു എക്സ് ലോഗ് എന്ന് വെച്ചാൽ ലോഗ് എ റൈസ് ടു എക്സ് എന്നായി മാറും. ഈ ലോഗും റെസിപ്രോക്കലാണ്, തമ്മിൽ ക്യാൻസലായി മാറും. ഈ ലോഗും റെസിപ്രോക്കൽ ഫംഗ്ഷൻസ് ആണ്, തമ്മിൽ ക്യാൻസലായി മാറും. അപ്പോൾ എന്ത് വരും? എക്സ് റൈസ് ടു എ പ്ലസ് എ റൈസ് ടു എക്സ് എന്നായി മാറും. എക്സ് റൈസ് ടു എയുടെ ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്ന ഫോമില എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1. എ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ അറിയാം, എ റൈസ് ടു എക്സിൻ്റെ ലോഗ് എ എന്ന് പറയും. ഇതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്ഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എക്സ് റൈസ് ടു എ പ്ലസ് 1 നമ്മുടെ ഓപ്ഷൻ പറയുന്ന സമയത്ത് സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് മനസ്സിലായല്ലോ. റിസൾട്ട് ഇത് മാത്രമേ ഉള്ളൂ. ഈ റിസൾട്ട് അറിഞ്ഞാൽ ചെയ്യാൻ സാധിക്കും. ലോഗ് എ റൈസ് ടു എമ്മിനെ എം ലോഗ് എന്ന് എഴുതുക. ഓരോ ടേമിനെ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ ആദ്യ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞല്ലോ 2012 ശേഷം കീമിനും കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ ജെയ്ക്കും ചോദിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ്റഗ്രൽ 0 ടു എ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. ഇൻ്റഗ്രൽ 0 ടു എ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതൊരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. അപ്പോൾ നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലും പിന്നെ ഇൻഡെഫിനിറ്റിനോട് ചേർത്തായിരിക്കും നമ്മൾ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഇൻ്റഗ്രലിൽ ഒന്ന് എടുത്തെഴുതാം. ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രലിനെ ഐ എന്നങ്ങ് വിളിക്കാം. ഇൻ്റഗ്രൽ 0 ടു എ ക്വസ്റ്റ്യൻ ഇതാണ്. dx divided by x plus root of a square minus x square എന്ന് പറയുന്ന ഫോം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 0 മുതൽ a വരെ. ഞാൻ ഇതിനൊന്ന് പുട്ട് ചെയ്യുന്നു. പുട്ട് x is equal to നോക്കിക്കോണം. പുട്ട് x is equal to a sin theta. അപ്പോൾ x is equal to a sin theta എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ലിമിറ്റിന് എന്ത് വരും? വ്യത്യാസം വരും. when x is equal to 0 ലോവർ ലിമിറ്റ് നോക്കി x 0 ആകുന്ന സമയത്ത് എന്ത് വരും?
0 ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് വരും. തീറ്റയുടെ വില എത്ര തന്നെ വരും? 0. വെൻ എക്സ് ഈസ് ഈക്വൽ ടു എ ആകുന്ന സമയത്ത്, എക്സ് അപ്പർ ലിമിറ്റ് ആയ എ ആകുന്ന സമയത്ത് എന്ത് വരും? എ ബൈ എ സൈൻ തീറ്റ ഈസിക്കൽ 1 തീറ്റ ഈസിക്കൽ എത്രയായി മാറും? π/2 എന്നായി മാറും. എഴുതിയാൽ മനസ്സിലായല്ലോ. നമ്മൾ എക്സിന് പകരം എ സൈൻ തീറ്റ എന്ന് പുട്ട് ചെയ്തു. അപ്പോൾ എപ്പോഴും പുട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ആ കോൺസ്റ്റന്റ് ചേർത്ത് വേണം പുട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എന്തായി മാറി? സോ ഐ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇൻ്റഗ്രൽ ഡി എക്സ് ഇവിടെ എഴുതാൻ. ഡി എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ തീറ്റ കരം കോസ് തീറ്റ ഡി തീറ്റ. ഓക്കെ, അപ്പോൾ എന്ത് വരും? 0 മുതൽ π/2 വരെ ഡി എക്സിന് പകരം എ കോസ് തീറ്റ ഡി തീറ്റ ഡിവൈഡഡ് ബൈ താഴെ ആര് വരും? എ സൈൻ തീറ്റ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π എ കോസ് തീറ്റ ഡി തീറ്റ ഡിവൈഡഡ് ബൈ എ സൈൻ തീറ്റ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം? ഇൻ്റഗ്രൽ 0 to π/2 എ കോസ് തീറ്റ ഡി തീറ്റ ഡിവൈഡഡ് ബൈ എ സൈൻ തീറ്റ പ്ലസ് ആര് വരും? എ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ, റൂട്ട് എടുക്കുമ്പോൾ കോസ് തീറ്റ. അതായത് 0 മുതൽ π/2 വരെ എ കോമൺ ആയിട്ട് വെട്ടുന്ന സമയത്ത് കോസ് തീറ്റ ഡി തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ എന്നായി മാറും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഐ ഈസ് ഈക്വൽ ടു എന്ന് വിളിച്ചു. എഴുതിയ പടി കിട്ടിയല്ലോ. ഇത്രയും ടേമുകൾ ചെയ്തു വരണം. ഞാൻ ഒന്നുകൂടെ പറയാം. എക്സ് നമ്മൾ പുട്ട് ചെയ്യുന്നു. എക്സ് ഇസിക്കൽ എ സൈൻ തീറ്റ എന്ന് പുട്ട് ചെയ്യുമ്പോൾ ഡി എക്സ് ഇസിക്കൽ എ കോസ് തീറ്റ എന്നായി മാറും. എ ഇൻറ്റു സൈൻ തീറ്റയുടെ കോസ് തീറ്റ ഡി തീറ്റ. എക്സ് 0 ആകുന്ന സമയത്ത് തീറ്റ ഇസിക്കൽ 0. എക്സ് എ ആകുന്ന സമയത്ത് തീറ്റ ഇസിക്കൽ π/2. ഇന്റഗ്രൽ 0 മുതൽ π/2 വരെ ഡി എക്സിന് പകരം എന്ത് വിളിക്കാം? എ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എക്സിന് പകരം എ സൈൻ തീറ്റ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. എ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റയുടെ റൂട്ട് എന്ന് പറയുമ്പോൾ എ കോസ് തീറ്റ എന്നായി മാറും. ദാറ്റ് ഈസ് എ കോമൺ എടുത്ത് വെട്ടിക്കളയുമ്പോൾ 0 മുതൽ π/2 വരെ കോസ് തീറ്റ ഡി തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ എന്നായി മാറും. എഗെയിൻ ഐ ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം? 0 മുതൽ π/2 വരെ കോസ് π/2 മൈനസ് തീറ്റ ഇൻറ്റു ഡി തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ π/2 മൈനസ് തീറ്റ പ്ലസ് കോസ് π/2 മൈനസ് തീറ്റ which is equal to 0 മുതൽ π/2 വരെ cos 90 മൈനസ് തീറ്റ എത്ര? സൈൻ തീറ്റ ഡി തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ എന്നായി മാറും. ഇക്വേഷൻ നമ്പർ 2. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻ എല്ലാം കൂട്ടണം. 1 + 2. 1 + 2 കണ്ടുപിടിക്കുന്ന സമയത്ത് ആര് വരും? ഐ ഇവിടെ കൂട്ടുമ്പോൾ ആര് വരും? 2i ആയി മാറും. 0 മുതൽ π/2 വരെ ഡിനോമിനേറ്റർ ഏതാണ്? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. ഇവിടെ ന്യൂമറേറ്റർ ആരാണ്? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു ആര് വരും? ഡി തീറ്റ. ഇവ തമ്മിലും ക്യാൻസലായി മാറും. അതായത് 2i ഈസ് ഈക്വൽ ടു തീറ്റ വിത്തിൻ ദ ലിമിറ്റ് 0 മുതൽ π/2 വരെ. ഐ ഈസ് ഈക്വൽ എത്ര കിട്ടും? π/2/2 എത്രയായി മാറി? π/4. സോ എന്ത് വിളിക്കാം? ഐ ഈസ് ഈക്വൽ ടു π/4 എന്ന് പറയുന്നതാണ് അതിൻ്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. രണ്ടിടത്തുനിന്നും സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ അതുപോലെ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ക്യാൻസലായി മാറും. 0 മുതൽ π/2 വരെ ഡി തീറ്റ. ഡി തീറ്റയുടെ വില എത്ര? തീറ്റ വരും. 0 മുതൽ π/2 വരെ എന്ന് പറയുന്ന സമയത്ത് 2i ഈസ് ഈക്വൽ ടു π/2. ഐ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? π/4. സോ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? π/4 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. ചെയ്ത രീതി മനസ്സിലായല്ലോ. എക്സ് ഇസിക്കൽ എ സൈൻ തീറ്റ എന്ന് പുട്ട് ചെയ്യുന്നു. ഡി എക്സ് ഇസിക്കൽ എ കോസ് തീറ്റ. നമ്മളെ പുട്ട് ചെയ്യുന്ന സമയത്ത് തീറ്റയിലേക്ക് മാറ്റുക. എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ മറ്റൊരു പാരാമീറ്ററായ തീറ്റയിലേക്ക് മാറ്റുമ്പോൾ ആനുപാതികമായിട്ട് അതിൻ്റെ ലിമിറ്റിൽ വ്യത്യാസം വരും എന്നർത്ഥം. അപ്പോൾ എക്സ് 0 ആകുന്ന സമയത്ത് തീറ്റ എത്രയായി മാറി? 0 ആയി മാറി. എക്സ് എ ആകുന്ന സമയത്ത് എ ഇസിക്കൽ എ സൈൻ തീറ്റ എന്നായി മാറും. അല്ലെങ്കിൽ തീറ്റയുടെ വില വ്യക്തമായി കിട്ടും π/2. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? സോ ഐ ഇസിക്കൽ 0 മുതൽ π/2 വരെ ഡി എക്സിന് പകരം എ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ എക്സിന് പകരം എ സൈൻ തീറ്റ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. എ കോമൺ ആയിട്ട് എടുക്കുന്നു. റൂട്ട് എടുക്കുന്ന സമയത്ത് എ കോസ് തീറ്റ എന്നായി മാറും. അപ്പോൾ ഐ കിട്ടും അല്ലേ? അവിടുന്ന് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എ കോമൺ ആയിട്ട് എടുത്ത് ക്യാൻസലായി മാറ്റും. അപ്പോൾ ഐ ഇസിക്കൽ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 കിട്ടും. വീണ്ടും എന്ത് ചെയ്യണം? ഐ കണ്ടുപിടിക്കാൻ വേണ്ടി 0 മുതൽ π/2 വരെ കോസ് π/2 മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ π/2 മൈനസ് തീറ്റ പ്ലസ് കോസ് π/2 മൈനസ് തീറ്റ. ഇതെന്താണ്? പ്രോപ്പർട്ടി ഓഫ് ദി ഡെഫിനിറ്റ് ഇന്റഗ്രലാണ്. ഏത് പ്രോപ്പർട്ടിയാണ്? 0 മുതൽ എ വരെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 മുതൽ എ വരെ എഫ് ഓഫ് എ മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഈ പ്രോപ്പർട്ടി മുമ്പേ അതുകൊണ്ടാണ് ഞാൻ പ്രോപ്പർട്ടീസ് എല്ലാം പറഞ്ഞു പോകാതിരുന്നത്. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അതിന് ആനുപാതികമായിട്ടുള്ള പ്രോപ്പർട്ടീസ് പറഞ്ഞു പോകാം. അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി. 0 മുതൽ എ വരെ
എഫ് ഓഫ് എ മൈനസ് എക്സ് അപ്പർ ലിമിറ്റ് മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ പ്ലസ് കോസ് പൈ ബൈ 2 മൈനസ് തീറ്റ. കോസ് 90 മൈനസ് തീറ്റ അറിഞ്ഞിരിക്കണം. കോസ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. അതുപോലെ സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റയാണ്. അപ്പൊ കോസ് തീറ്റയായി മാറും. അതനുസരിച്ച് ഇത് സൈൻ തീറ്റ, ഇത് കോസ് തീറ്റ, ഇത് സൈൻ തീറ്റ. ഡിനോമിനേറ്റർ നോക്കുമ്പോൾ രണ്ടിടത്തും ഒരുപോലാണ്. അപ്പോൾ കൂട്ടുന്ന സമയത്ത് ന്യൂമറേറ്ററുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. ബിക്കോസ് ദ ഡിനോമിനേറ്റർ റിമെയിൻസ് സെയിം ഇൻ ബോത്ത് ഓഫ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. സോ ഇറ്റ് ബിക്കംസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അതുപോലെ തന്നെ എഴുതി ഇവ തമ്മിൽ കൂട്ടി എഴുതാം. സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ തമ്മിൽ ക്യാൻസലായി മാറി. ഇന്റഗ്രൽ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ വിത്ത് ദ ലിമിറ്റ് 0 മുതൽ പൈ ബൈ 2 വരെ. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് പൈ ബൈ 2 ആയി മാറും. അല്ലെങ്കിൽ ഐ ഈസിക്കൽ എത്ര വരും? പൈ ബൈ 4. സോ ദ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയി മാറി? പൈ ബൈ 4. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്റഗ്രേഷന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോപ്പർട്ടീസ് സൈഡിൽ എഴുതിക്കോണം. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാ പ്രോപ്പർട്ടിയുടെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു സമയം നമുക്ക് ഇവിടെ ഒരു പ്രത്യേകമായ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടൂല. അതുകൊണ്ട് പ്രോപ്പർട്ടീസ് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും പറഞ്ഞുതരാം, അത് എഴുതിക്കൊള്ളുക. നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റഗ്രൽ 13 റൈസ് ടു എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ 13 റൈസ് ടു എക്സ് ഡി എക്സ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇന്റഗ്രലിന്റെ റിസൾട്ട് അറിഞ്ഞാൽ മാത്രം മതി. റിസൾട്ട് ഇതാണ്. ഇന്റഗ്രൽ എ റൈസ് ടു എക്സ് ഡി എക്സിന്റെ ഫോം എങ്ങനെയാണ്? ഇന്റഗ്രൽ എത്രയാണ്? എ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ log a plus c. ഇതാണ് ഫോർമുല. ഇന്റഗ്രൽ എ റൈസ് ടു എക്സ്. എ റൈസ് ടു എക്സ് മീൻസ് എ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ log a എന്നായി മാറും. അപ്പോൾ ഈ പറയുന്ന ഫോർമുലയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നമ്മൾ എ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഓർമ്മയുണ്ടോ? എ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ? എ റൈസ് ടു എക്സ് ഇൻറ്റു log a എന്നാ. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ log a പ്ലസ് സി എന്നായി മാറും. അതായത് ഇതിന്റെ ഉത്തരം എത്ര വരും? വിച്ച് ഈസ് ഈക്വൽ ടു 13 റൈസ് ടു എക്സ് എന്നാണ്. അപ്പോൾ 13 റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ log 13 പ്ലസ് സി എന്നായി മാറും. ഇതാണ് നമ്മുടെ ചെയ്യുന്ന രീതി. 13 റൈസ് ടു എക്സ് ഈസ് ഈക്വൽ ടു 13 റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ log a log 13 പ്ലസ് സി എന്ന് പറയുന്ന ഫോമിലായി മാറും. എ റൈസ് ടു എക്സിനെ എ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ log a പ്ലസ് സി എന്ന് പറയുന്ന പോലെ 13 റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ log 13 പ്ലസ് സി എന്നായി മാറും. ഇതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത് നേരിട്ട് ഒരു ചോദ്യമായിരുന്നു. അങ്ങനത്തെ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കാം. റിസൾട്ടുകൾ അറിഞ്ഞിരിക്കണം. ഇന്റഗ്രലിന്റെ റിസൾട്ടുകൾ അറിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഇന്റഗ്രലിന്റെ റിസൾട്ട് പറഞ്ഞിരിക്കുക. ഞാൻ വേണമെങ്കിൽ ഡെറിവേറ്റീവ് റിസൾട്ട് കൂടെ എഴുതി കാണിക്കാം. ഡെറിവേറ്റീവ് റിസൾട്ട് എങ്ങനെയാണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എ റൈസ് ടു എക്സ് ഈസ് ഈക്വൽ ടു എ റൈസ് ടു എക്സ് ഇൻറ്റു log a. അതും ഓർമ്മയിരിക്കുക. അടുത്ത നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ 2x ഇൻറ്റു log tan x dx ഈസ് ഈക്വൽ ടു എത്രയാണ് എന്നാണ് ചോദ്യം. ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ 2x ഇൻറ്റു log tan x dx. ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ 2x ഇൻറ്റു log tan x dx എത്രയാണ് എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഐ ഈസിക്കൽ എന്ന് വിളിക്കാം. ലെറ്റ് ഐ ഈസിക്കൽ ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ 2x ഇൻറ്റു log tan x dx എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇത് ഏത് ഫോമില? ഞാൻ മുമ്പേ പറഞ്ഞ ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ ഫോമിലാണ്. റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസിക്കല് പ്രോപ്പർട്ടി ഏതാണ്? ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വിളിക്കാം? വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ 2 ഇൻറ്റു പൈ ബൈ 2 മൈനസ് എക്സ്. 2x എന്ത് വിളിക്കാം? പൈ ബൈ 2 മൈനസ് എക്സ് ഇൻറ്റു log പൈ ബൈ 2 മൈനസ് എക്സ് ഡി എക്സ് എന്ന് വിളിക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? സൈൻ പൈ മൈനസ് 2x എന്നായി മാറും ഇൻറ്റു log tan പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുന്ന സമയത്ത് log cot x dx എന്നായി മാറും. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. log cot x എന്നായി മാറും. കാരണം tan 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ cot തീറ്റ dx. ഇക്വേഷൻ നമ്പർ 2. ഇതിനെ വേണമെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു എന്ന് വിളിക്കാം. രണ്ട് ഇക്വേഷൻസ് ആണ് ഇപ്പോൾ കിട്ടുന്നത്. എഴുതിയ പിടി കിട്ടിയല്ലോ. ഏത് ഫോമിലാണ്? 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഫോമിലാണ്. ഫോർമുല അറിയാം. ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഫോമിലാണ്. അപ്പോൾ ഇന്റഗ്രൽ സൈൻ 2 ഇൻറ്റു എക്സിന് പകരം പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് കൊടുക്കാം. log tan എക്സിന് പകരം എന്ന് വിളിക്കാം പൈ ബൈ 2 മൈനസ് tan പൈ ബൈ 2 മൈനസ് എക്സ്. ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് സൈൻ പൈ മൈനസ് 2x എന്നായി മാറും. log tan പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് തീറ്റയാണ്. സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ. സെക്കൻഡ് ക്വാർട്ടറിനാണ്. 180 ആകുമ്പോൾ സെയിം ഫംഗ്ഷൻ ആണ്. സൈൻ 2x ഇൻ്റെ log cot x ആയി മാറും. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ കൂട്ടിയ ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ കൂട്ടുന്ന സമയത്ത് എന്ത് വരും? ദെൻ
1+2 ചെയ്യുന്ന സമയത്ത് ഐ ഇവിടെ കൂട്ടുമ്പോൾ ആര് വരും 2a ആയി മാറും. 2i ഇന്റഗ്രൽ 0 to pi by 2. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടിടത്തും sin 2x കോമൺ ആയിട്ട് എടുക്കാം. sin 2x ഇൻറ്റു ബ്രാക്കറ്റ് അതിൽ ആര് വരും log tan x പ്ലസ് log cot x എന്നായി മാറും. log tan x പ്ലസ് log cot x ഇൻറ്റു dx എന്ന് പറയുന്ന ഫോമുലായി മാറും. log tan x പ്ലസ് log cot x ഇൻറ്റു dx എന്നായി മാറും. അതായത് ഇന്റഗ്രൽ 0 to pi by 2 ഇൻറ്റു sin 2x ഇൻറ്റു ആര് വരും log a പ്ലസ് log b, അതായത് log ab tan x ഇൻറ്റു cot x ഇൻറ്റു dx എന്നായി മാറും. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 2 sin 2x ഇൻറ്റു log ab എന്ന് പറയുന്ന ഫോമുലാണ്. അതിനെ log tan x ഇൻറ്റു cot x tan x അതുപോലെ നിർത്തിയിട്ട് cot x നമുക്ക് എന്ത് ചെയ്യാം 1/tan x എന്ന് എഴുതാം ഇൻറ്റു ഡി എക്സ്. ഈ tan x അങ്ങ് വെട്ടിപ്പോകും. log 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ വില എത്രയാണ് 0 ആണ്. അതായത് 2i = 0 എന്ന് വരും. അല്ലെങ്കിൽ i = എത്ര കിട്ടും 0. സോ നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര വരും 0 എന്ന് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല 0 ആണ് എന്ന സൊല്യൂഷൻ തോന്നത്തില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം ചെയ്തു വരണം. ക്വസ്റ്റ്യൻ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഏത് ഫോമിലാണ് 0 to a എന്ന് പറയുന്ന ഫോമിലാണ്. 0 to a എന്ന് പറയുന്ന സമയത്ത് sin 2 ഇൻറ്റു എക്സിന് പകരം എന്ത് വിളിക്കാം π/2 മൈനസ് എക്സ് ഇൻറ്റു log tan π/2 മൈനസ് എക്സ് ഡി എക്സ് എന്നായി മാറും. sin 2 ഇൻറ്റു π/2 മൈനസ് എക്സ് 2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ π മൈനസ് 2x എന്നായി മാറും. log tan 180 മൈനസ് tan 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ cot തീറ്റ. sin 180 മൈനസ് തീറ്റ അതുപോലെ തന്നെ എഴുതി log cot x dx എന്നായി മാറി. ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ കൂട്ടുക. അപ്പോൾ 1+2 എന്ത് വരും 2y ഈസ് ഈക്വൽ ടു sin 2x ഇൻറ്റു log tan x പ്ലസ് log cot x ഇൻറ്റു dx എന്നായി മാറും. log tan x പ്ലസ് log cot x എന്ത് വിളിക്കാം log a പ്ലസ് log b, ദാറ്റ് ഈസ് log ab എന്ന് പറയുന്ന ഫോം. tan x ഇൻറ്റു cot x 1/tan x തമ്മിൽ വെട്ടും. log 1 വില എത്രയാണ് 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു sin 2x വരുമ്പോൾ ഇത് ബലം 0 എന്ന് വരും. 2i = 0 എന്ന് വരും. 2യുടെ വില 0 എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും ഐയുടെ വില എത്രയായി മാറി i = 0 എന്ന് പറയും. i = 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻ്റഗ്രലിലെ വാല്യൂ. നമ്മുടെ ഓപ്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ ഓപ്ഷൻ വരുന്നത് ലാസ്റ്റ് ഓപ്ഷൻ വരും. ലാസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ 0. ഓക്കെ, അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ 0 to pi by 2 x sin x dx ആണ്. ഇന്റഗ്രൽ 0 to pi by 2 x sin x dx ആണ്. ഇന്റഗ്രൽ 0 to pi by 2 x sin x dx. അപ്പോൾ തന്നിരിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്തു i = വിളിച്ചു. ഇനി നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു പ്രത്യേകതയുണ്ട്, ശ്രദ്ധിച്ചു. ഞാൻ ചെയ്യുന്ന രീതി നോക്കണം. again i = ഇന്റഗ്രൽ 0 to pi by 2 x ന് മാത്രം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം π/2 മൈനസ് x ഇൻറ്റു sin x dx എന്ന് കൊടുക്കാം. ഞാൻ sin x നെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാമോ എന്നൊരു ഡൗട്ട് വരാം. അങ്ങനെ ചെയ്യാം. അതാണ് ഇന്റഗ്രൽ 0 to pi by 2 0 to pi by 2 x ന് പകരം π/2 മൈനസ് x ഇൻറ്റു. അപ്പോൾ sin π/2 മൈനസ് x വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇതിന് മാത്രം ഈ x എന്ന് പകരം വേണ്ടി മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. കാരണം ഇവിടെ രണ്ട് ഫംഗ്ഷൻ പ്രോഡക്റ്റ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് π/2 മൈനസ് x ഇൻറ്റു sin x എന്ന് കൊടുക്കാം എന്ന പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടല്ലോ. അപ്പോൾ 0 മുതൽ π/2 വരെ π/2 ഇൻറ്റു sin x മൈനസ് dx മൈനസ് 0 മുതൽ π/2 വരെ x sin x dx. ഇതിന്റെ പ്രോപ്പർട്ടി മനസ്സിലായോ? ഈ π/2 കൂടെ അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. 0 to π/2 sin x dx മൈനസ് ഇതിനെ നിങ്ങൾ വിളിച്ച പേരാണ് i എന്ന് വിളിച്ചു. സോ ഇറ്റ് ബിക്കംസ് again i = എന്ന് പറഞ്ഞാൽ എഴുതുന്നത് ഇതിനെ i എന്ന് വിളിക്കാം. എനിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ പ്രോഡക്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ f(x) * f(x1) * f(x2) എന്ന് പറയുന്ന സമയത്ത് x1 മാത്രം അപ്പർ ലിമിറ്റ് മൈനസ് x * f(x2) എന്ന് എഴുതാൻ സാധിക്കും എന്നർത്ഥം. പറഞ്ഞാൽ മനസ്സിലായോ? അതാണ് ഇവിടെ എഴുതുന്നത്. 0 to π/2 മൈനസ് x ഇൻറ്റു sin π/2 മൈനസ് x എന്ന് എഴുതണം നിർബന്ധമില്ല. കാരണം രണ്ട് ഫംഗ്ഷൻ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ f(x1) * f(x2) എന്ന് പറയുന്ന ഫോർമുലയാണ്. അപ്പോൾ f(a - x1) * f(x2) എന്ന് എഴുതാം. യാതൊരു തെറ്റുമില്ല. അല്ലെങ്കിൽ f(a - x2) * f(x1) എഴുതാം. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ രണ്ടും കുറച്ച് എഴുതാം. അതാണ് പ്രോപ്പർട്ടി. അപ്പോൾ ഇതോടെ അനുസരിച്ച് π/2 മൈനസ് x ഇൻറ്റു sin x dx എന്ന് വരും. അതായത് π/2 ഇൻറ്റു sin x dx മൈനസ് 0 to π/2 ഇൻറ്റു x sin x dx. ഈ x sin x dx വിളിക്കുന്ന പേരാണ് i എന്ന് വിളിച്ചു. i ഇവിടെ എഴുതി വരുന്നത് i ആണ്. ഈ i യോട് കൂട്ടുമ്പോൾ ആര് വരും 2i. 2i = π/2 ഇൻറ്റു ഇന്റഗ്രൽ 0 to π/2 sin x dx എന്നായി മാറും. 2i = എന്ന് വിളിക്കാം π/2 ഇൻറ്റു sin x ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ആര് വരും sin x ന്റെ ഇന്റഗ്രൽ cos x ആണ്. ഇവിടെ cos x അല്ല മൈനസ് cos x. ഇവിടുത്തെ ലിമിറ്റ് 0 മുതൽ π/2 വരെ. ഇതിന്റെ വാല്യൂ എത്ര വരും? cos π/2 എന്നാൽ 0 മൈനസ് cos 0 ആണ്. ഈ മൈനസ് കൊണ്ട് ചേർന്ന് പ്ലസ് ആയി മാറും. π/2 ഉണ്ട്. ഈ i താഴെ വരുമ്പോൾ i = π/2/2 എന്ന് വരും. ആൻസർ വരുന്നത് π/4.
അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പ്രോപ്പർട്ടിയാണ് എക്സ് സൈൻ എക്സ്. അതിനാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത്. അപ്പൊ രണ്ട് ഫംഗ്ഷൻ പ്രോഡക്റ്റ് ആകുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ആ വേരിയബിൾ എന്ന് പറയുന്ന ഒരെണ്ണത്തിന് മാത്രമായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അതാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. π/2 മൈനസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. സൈൻ എക്സ് ബ്രാക്കറ്റിനകത്തോട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 0 മുതൽ π/2 വരെ π/2 സൈൻ എക്സ് ഡി എക്സ് മൈനസ് 0 മുതൽ π/2 വരെ എക്സ് സൈൻ എക്സ് ഡി എക്സ്. π/2 കോമൺ ആയിട്ട് എടുത്തു. 0 മുതൽ π/2 വരെ സൈൻ എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ 0 മുതൽ π/2 വരെ എക്സ് സൈൻ എക്സിന് പകരം വിളിക്കുന്ന പേരാണ് ഐ. ആ ഇപ്പുറത്ത് വരുമ്പോൾ 2i π/2 ഇന്റഗ്രൽ 0 to π/2 സൈൻ എക്സ്. സൈൻ എക്സ് ഇന്റഗ്രൽ എടുക്കുമ്പോൾ മൈനസ് കോസ് എക്സ് ആയി മാറി. എവിടെ തൊട്ട് 0 മുതൽ π/2 വരെ cos 0 എന്ന cos 90 യുടെ വില 0 ആയി മാറും. cos യുടെ വില 1 ആയി മാറും. മൈനസ് ഇൻടു മൈനസ് പ്ലസ് ആയി മാറി. 2i π/2 എന്ന് വരും. അല്ലെങ്കിൽ i യുടെ വില എത്ര കിട്ടും? i π/4. ഓക്കേ, ഇങ്ങനെയാണ് ചെയ്യേണ്ട രീതി. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കേ, അപ്പോൾ നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ x² into ax plus b whole raised to -2 dx എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ എഴുതാം. ഇന്റഗ്രൽ x² into ax plus b whole raised to -2 dx എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത് ഈക്വലിനെ ആദ്യമേ എഴുതാം. x² divided by ax plus b whole square into dx എന്ന് എഴുതാം. ഓക്കേ, ഇനി എന്ത് ചെയ്താൽ ax plus b ഞാൻ കൂട്ടി. കാരണം ഇവിടെയും സ്ക്വയർ ആണ്, ഇവിടെയും സ്ക്വയർ ആണ്. കൂട്ടി ax plus b is equal to എന്ന് വിളിക്കാം. ax plus b is equal to t എന്ന് കൊടുക്കാം. അപ്പോൾ x നെ എഴുതാമല്ലോ. ax is equal to t minus b അല്ലെങ്കിൽ x is equal to t minus b divided by b എന്ന് എഴുതാം. എഴുതിയപ്പോൾ കിട്ടിയല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ dx ഇവിടെ പറഞ്ഞു പോകാം. a into dx is equal to a into dx is equal to b ഒരു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആയി മാറും. dx d യുടെ ഡെറിവേറ്റീവ് ആയി മാറും. dt ആയി മാറും. അല്ലെങ്കിൽ dx is equal to എന്ന് വിളിക്കാം 1/a into dt എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? it is equal to x². x² means t minus b divided by a the whole square into dx എന്ന് പറഞ്ഞാൽ 1/a into dt divided by r വരും t യുടെ സ്ക്വയർ. എഴുതിയാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ പറയാം ax plus b is equal to t എന്ന് കൊടുക്കണം. അവിടുന്ന് x എഴുതാം. x is equal to t minus b divided by a into x ഡെറിവേറ്റീവ് 1 a into x ഡെറിവേറ്റീവ് dx b യുടെ ഡെറിവേറ്റീവ് 0 t യുടെ ഡെറിവേറ്റീവ് dt ആയി മാറും. dx is equal to 1/a into dt എന്നായി മാറും. dx ന് വില കൊടുത്തു. x ന് പകരം t minus b divided by a the whole square into dx ന് പകരം 1/a dt divided by t square which is equal to ഇവിടെ രണ്ടിടത്തും 1/a ഇവിടെ സ്ക്വയർ ഇവിടെ 1/a വെളിയിൽ എടുക്കുമ്പോൾ 1/a cube into ആരൊരു t minus b the whole square divided by t minus b the whole square divided by t square into dt എന്നായി മാറും. ബാക്കി ചെയ്യുന്ന ശ്രദ്ധിക്കണം. which is equal to 1/a cube into അതിനെ എക്സ്പാൻഡ് ചെയ്യണം. a minus b the whole square a square minus 2ab plus b square divided by ആരൊരു t square into dt. ഓരോ ടേമിനെയും സെപ്പറേറ്റ് ചെയ്യാം. t square divided by t square 1 ആയി മാറി. minus 2 divided by ഒരു t ഇവിടെ മുകളിൽ വെട്ടിക്കളെ ബാക്കി ആരെങ്കിലും t വരും. പ്ലസ് b square into t raised to -2 dt എന്ന് എഴുതാം. ഓക്കേ, ഓരോ ടേമിനെയും എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാം. 1/a cube സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ dt എന്നായി മാറും. -2b into ഇന്റഗ്രൽ 1/t dt എന്നായി മാറും. പ്ലസ് b square into ഇന്റഗ്രൽ t raised to -2 dt എന്നായി മാറും. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 1/a cube into ഇന്റഗ്രൽ dt എന്ന് പറഞ്ഞാൽ t ആണ്. -2b into ആരും log t plus b square into t raised to -2 integrate t raised to -2 plus 1 divided by -2 plus 1 plus c which is equal to 1/a cube into t യുടെ വിലയെ കൂടെ കൊടുത്താൽ t യുടെ വില എന്ന് പറയുന്നത് ax plus b minus 2b into log modulus of ax plus b minus b square minus b square into 1 divided by ax plus b അല്ലെങ്കിൽ minus b square divided by t അതായത് ax plus b plus c എന്ന് വരും. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇപ്പം ഞാൻ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ഇത് വരും. ഓപ്ഷനിൽ വരുന്ന ആൻസർ ഒരു ബ്രാക്കറ്റോടെ ഓപ്പൺ ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ബ്രാക്കറ്റോടെ ഓപ്പൺ ചെയ്തിട്ട് 1/, ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ നോക്കണം. ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ ഓപ്ഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ വരും. ഈ അവസാനത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഞാൻ ഇന്നോട് പറയാം
ചെയ്ത രീതി x square into ax plus b whole raised to minus 2 dx ആണ്. x square divided by ax plus b whole square. ax plus b ക്ക് നമ്മൾ പുട്ട് ചെയ്യും. അപ്പോൾ അവിടുന്ന് x എഴുതാം. t minus b divided by a is equal x. അപ്പോൾ a into dx is equal to dt എന്നായി മാറും. a into dx is equal to dt, b യുടെ ഡെറിവേറ്റീവ് 0 ആയി മാറി. അല്ലെ dx is equal to 1 by a into dt എന്നായി മാറും. ഇതിനാണ് ഡിഫറൻഷ്യൽ ആണ്. a into dx is equal to dt. അപ്പോൾ നമ്മൾ x ന് പകരം t minus b by a the whole square ആയി into dx ന് പകരം 1 by a dt divided by r t square. 1 by a ക്ക് പിന്നെ ഒരു വരും. a minus b the whole square എക്സ്പാൻഡ് ചെയ്യും divided by t square. ഓരോ ടേമിനെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെയായി മാറും. 1 ന്റെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് dt ആയി മാറും. -2b into 1 by t യുടെ ഇന്റഗ്രൽ വരുമ്പോൾ log t ആണ്. ഇത് t square പോലെ വരും. d raised to -2 നെ d raised to -2 പറയാനുള്ള കാര്യം മോളിക്കുമ്പോൾ d raised to -2 a raised to x അല്ലെങ്കിൽ x raised to n എന്ന് പറയുന്നത് x raised to n plus 1 divided by n plus 1 അതായത് -1 അതായത് -b square divided by ax plus b. t യുടെ വില നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഏറ്റവും അവസാന ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് നോക്കണം. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്ന രീതി. 6 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ 6 ക്വസ്റ്റ്യൻ ആണ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് integral a raised to x by 2 divided by root of a raised to minus x minus a raised to x dx. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ് a raised to x by 2 dx divided by root of a raised to minus x minus a raised to x dx എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കെഇയുടെയും ടീമിനും ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു നോക്കണം. അതിലൊക്കെ 20ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ചെയ്യുന്ന രീതി ഇന്റഗ്രൽ a raised to x by 2 into dx divided by root of നമ്മൾ എന്ത് ചെയ്യുന്നു, a raised to minus x കോമൺ ആയിട്ട് ഇങ്ങനെ അപ്പോൾ ഒരു 1 minus a raised to x divided by a raised to minus x. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. a raised to x a raised to minus x എഴുതുന്ന സമയത്ത് a raised to x divided by a raised to minus x. ഇത് എവിടെ കിട്ടിയല്ല a raised to minus x ഇങ്ങോട്ട് വരും. പിന്നെ റെയിൽസ് എടുത്ത a raised to x a raised to minus x ക്യാൻസൽ ആയി മാറും. ഇന്റഗ്രൽ ആര് വരും? ഈ a raised to minus x a raised to x by 2 മുകളിലുണ്ട്. ഈ a raised to minus x ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ a raised to minus x by 2 എന്ന് എഴുതാം. into root of 1 minus ഈ a raised to minus x മുകളിൽ വരുമ്പോൾ വരും a raised to x into a raised to x dx. എഴുതിയാൽ മനസ്സിലായല്ലോ. സെപ്പറേറ്റ് റൂട്ട് എടുക്കുക. അപ്പോൾ ഇതിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ ഒരു സംഖ്യയുടെ റൂട്ട് എന്ന് പറയുമ്പോൾ അത് a raised to 1 by 2 ആണ്. അപ്പോൾ a raised to minus x the whole raised to 1 by 2 a raised to minus x by 2. ഇത് മുകളിൽ വരുമ്പോൾ a raised to x dx ആയി മാറും. അതായത് a raised to x by 2 divided by a raised to minus x by 2 into 1 minus a raised to x the whole square എന്നായി മാറും. which is equal to a raised to x minus x by 2 മുകളിൽ വരുമ്പോൾ a raised to x by 2 into a raised to x by 2 divided by root of 1 minus a raised to x the whole square എന്നായി മാറും. സ്റ്റെപ്പ് മനസ്സിലാവുന്നുണ്ടല്ലോ. എല്ലാ സ്റ്റെപ്പും ഞാൻ എഴുതിയിട്ടുണ്ട്. which is equal to ആര് വരും? which is equal to അല്ലെങ്കിൽ LHS is equal to integral a raised to x by 2 into x by 2 എന്ന് വെച്ചാൽ a raised to x divided by root of 1 minus a raised to x the whole square എന്നായി മാറും. a raised to x നെ പുട്ട് a raised to x is equal to t. a raised to x ന്റെ ഡെറിവേറ്റീവ് a raised to x into log a into dx is equal to ആര് വരും? dt. അപ്പോൾ a raised to x dx is equal to 1 by log a into dt എന്ന് എഴുതാം. which is equal to ആര് വരും? integral a raised to x dx എന്ന് പറയുമ്പോൾ 1 by log a, that's a constant name which is independent of the integral, so you can take outside the integral symbol. അതിനെ വെളിയിലിട്ടു dt divided by root of 1 minus t square which is equal to 1 by log a into ഇതിന്റെ ഫോർമുലയുണ്ട് sin inverse t plus e which is equal to 1 by log a into sin inverse t യുടെ വില എന്ന് പറഞ്ഞാൽ അറിയാം a raised to x plus e. ഇതാണ് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന രീതി. ഒന്നുകൂടെ ഞാൻ പറയാം, a raised to minus x കോമൺ എടുക്കുക. 1 minus a raised to x divided by a raised to minus x. a raised to minus x കോമൺ എടുക്കുമ്പോൾ a raised to minus x by 2 into root of 1 minus ഇത് മുകളിൽ പോകുമ്പോൾ a raised to x into a raised to x a raised to x the whole square എന്നായി മാറും. ഇത് മുകളിൽ വരുന്ന സമയത്ത് a raised to x by 2 into a raised to x by 2 the root of 1 minus a raised to x the whole square എന്നായി മാറും. a raised to x in x by 2 into a raised to x by 2 എന്ന് പറഞ്ഞാൽ a raised to x ആയി മാറും. a raised to x നെ നമ്മൾ പുട്ട് ചെയ്യാം. a raised to x is equal to t. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ a raised to x into log a into dx is equal to dt അല്ലെങ്കിൽ a raised to x into dx is equal to 1 by a into log t എന്നായി മാറും. that is a raised to x dx ന് പകരം 1 by a into log dt divided by root 1 minus t square. ഇതിനെ വിളിക്കുന്ന പേരാണ് sin inverse t. t യുടെ വിലയും കൂടെ നമ്മൾ കൊടുക്കണം. t യുടെ വില എത്ര? a raised to x. അപ്പോൾ 1 by log a into sin inverse a raised to x plus c എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ.
ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ്റഗ്രൽ e raised to x divided by 2 plus e raised to x into e raised to x plus 1 into dx is equal to എത്രയാണ് എന്നാണ് ചോദ്യം. e raised to x divided by 2 plus e raised to x into e raised to x plus 1 into dx എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? e raised to x നമുക്ക് പുട്ട് ചെയ്യാം. e raised to x is equal to t എന്ന് കൊടുക്കാം. e raised to x ഡെറിവേറ്റ് എന്തായി മാറും? e raised to x into dx is equal എന്ന് വിളിക്കാം dt. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? which is equal to integral e raised to x dt ക്ക് വരാൻ dt divided by 2 plus t into ആര് വരും? t plus 1 എന്ന ഫോമിലായി മാറും. ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. which is equal, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ തൽക്കാലം എന്ത് ചെയ്യാം? ഒരു സ്റ്റെപ്പ് കുറച്ച് കാണിക്കാം. 1 divided by t plus 1 minus 1 divided by 2 plus t ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. ശരിയല്ലേ? കാരണം എന്താ? ഇത് ഇങ്ങോട്ട് LCM എടുത്തേ. 2 plus t മൈനസ് ടി മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഫലത്തിൽ 1 ആയി മാറിക്കോളും. പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ ചെയ്യുന്ന സമയത്തും a by t plus 1 2t plus 1 b divided by t plus 1 ഒക്കെ ചെയ്തിട്ട് കിട്ടുമ്പോൾ എയുടെ വില 1 വരും, ബിയുടെ വില -1 വരും. അത് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് സാധാരണ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഈ പറയുന്ന റാഷണൽ ഫംഗ്ഷനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ രീതിയിൽ എഴുതി പോകുന്നത്. അപ്പോൾ ഇതിനെ 1 divided by t plus 1 minus 1 divided by t 2 plus t LCM എടുത്ത് നോക്കിയാൽ 2 plus t minus t minus 1 എന്ന് പറഞ്ഞാൽ 1 divided by ഈ ടേം തന്നെ കിട്ടും. ഇനി എന്ത് ചെയ്യുന്നത്? അത് സെപ്പറേറ്റ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ അറിയാൻ വയ്യാത്ത ആളുകൾ പാർഷ്യൽ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചോണം. എങ്ങനെ? 1 divided by t plus 1 into 2 plus t is equal to a divided by t plus 1 plus b divided by t plus 2. ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഞാൻ സ്റ്റെപ്പ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഒറ്റയടിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 1 divided by t plus 1 into dt minus ഇൻ്റഗ്രൽ dt divided by 2 plus t which is equal to log modulus of t plus 1 minus log modulus of 2 plus t plus ആര് വരും? c which is equal to log t-യുടെ വില അറിയാൻ ആരാണ്? e raised to x plus 1 minus log mod 2 plus e raised to x plus ആര് വരും? c. ഇതാണ് നമ്മൾ ചെയ്യുന്ന രീതി. നമ്മുടെ ഓപ്ഷൻ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ log a by b എന്നൊക്കെ പറയുന്ന ഫോമുല ആയിരിക്കും. അതെ, log a by b എന്ന് പറയുന്ന ഫോമുലാണ്. log a minus log b എന്ന് പറയുന്ന ഫോമുലാണ്. log a minus log b ചെയ്യുമ്പോൾ അതിനെ log a by b എന്ന് പറയുന്ന ഫോമുലയോട് എഴുതിയാൽ മതി. which is equal to log 1 plus e raised to x divided by 2 plus e raised to x plus c. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്താൽ മനസ്സിലായല്ലോ. e raised to x നമ്മൾ പുട്ട് ചെയ്തു. e raised to x is equal to t. അപ്പോൾ ഈ പറയുന്ന ഫോമുലായി മാറും. പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാൻ എനിക്ക് ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ ഫോമിലേക്ക് പോകേണ്ടി വരും. പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് നമ്മൾ എയും ബിയുടെയും വില കണ്ടുപിടിക്കണം. ചെയ്തതിന് ശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുക. പിന്നെ log a മൈനസ് log bയുടെ ഫോർമുല അപ്ലൈ ചെയ്യുക. log a by b എന്ന് പറയുന്ന ഫോർമുല ആയിരിക്കും. അപ്പോൾ ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരു 7-8 ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ 8 ക്വസ്റ്റ്യനാണ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ പറയുന്നത് if in is equal to integral 0 to pi by 4 tan raised to n theta d theta then i8 plus i6 is equal to. അപ്പോൾ in is equal ക്വസ്റ്റ്യൻ പറയുന്നതുകൊണ്ട് in is equal integral 0 to pi by 4 tan raised to n theta d theta. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരാണ്? i8 plus i6 കണ്ടുപിടിക്കണം. i8 plus then i8 plus i6 is equal to integral 0 മുതൽ pi by 4 വരെ i8 എന്ന് പറയുന്നതാണ് tan raised to 8 theta d theta plus integral 0 മുതൽ pi by 4 വരെ tan raised to 6 theta d theta which is equal to integral 0 to pi by 4 tan raised to 6 theta into tan square theta d theta plus integral 0 to pi by 4 tan raised to 6 theta d theta എന്ന് എഴുതാം. tan raised to 8നെ tan raised to 6 into tan square theta എന്ന് എഴുതാം. ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? integral 0 to pi by 4 ആരെ കോമൺ എടുക്കാൻ? tan raised to 6 theta into 1 plus tan square theta d theta എന്ന് എഴുതാം. കാരണം രണ്ടിടത്ത് ലിമിറ്റ് സെയിം ആണെന്ന് ക്ലബ് ചെയ്ത് എഴുതാൻ സാധിക്കും. tan raised to 6 കോമൺ ആയിട്ട് ഇങ്ങ് എടുത്തു. അപ്പോൾ integral 0 to pi by 4 tan raised to 6 theta into 6 square theta d theta. ഓക്കെ, tan raised to 6 theta tan theta ഡെറിവേറ്റീവ് ആണ് 6 square theta d theta. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിനെക്കാട്ടിൽ പവർ ഒന്നുകൂടെ കൂടും. അതായത് tan raised to 7 theta divided by 7 വിത്തിൻ ദ ലിമിറ്റ് 0 മുതൽ pi by 4 വരെ which is equal to 1/7 എന്നായി മാറും. അപ്പോൾ ഇതാണ് ചെയ്യുന്ന രീതി. ഒന്നുകൂടെ ഞാൻ പറയാം. tan raised to 8 theta plus integral 0 to pi by 4 tan raised to 6 theta d theta
സ്റ്റെപ്പ് ഞാൻ എഴുതി, ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തു. രണ്ടിടത്തുനിന്ന് ലിമിറ്റും സെയിമാ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനകത്തോട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 0 to π/4 tan raised to 6 theta into 1 theta ഇത് കിട്ടും. tan raised to 6 theta into tan square theta ഇത് കിട്ടും. പക്ഷേ ഈ പറയുന്ന 1 plus tan square 6 square theta കിട്ടും. പിന്നെ ഇതിന്റെ ഡെറിവേറ്റീവ് ആണെന്നെങ്കിൽ പവർ ഒന്നുകൂടെ കൂട്ടി എഴുതിയാൽ മതി. അതാണ് അതിന്റെ ഷോർട്ട് കട്ട്. ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ കിടക്കുന്നതെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, പവർ ഒന്ന് കൂടും. ഇനി അത് സംശയമുള്ള ആളുകൾ എന്ത് ചെയ്താൽ മതി, ടാൻ തീറ്റയ്ക്ക് പുട്ട് ചെയ്ത് കൊടുത്താൽ മതി. ലിമിറ്റ് കൂടെ ചേഞ്ച് ചെയ്യണം. പുട്ട് ടാൻ തീറ്റ ഈസിക്കൽ ടി എന്ന് കൊടുക്കുക. അപ്പോൾ സിക് ഓർ തീറ്റ ഡി തീറ്റ ഈസിക്കൽ ഡി ടി എന്ന് വരും. ലിമിറ്റ് കൂടെ ചേഞ്ച് കൊടുക്കുമ്പോഴും വില കിട്ടുന്ന ഇത് തന്നെ വരും. ഇത് അല്ലെങ്കിൽ അതിനേക്കാളും ഒരു ഷോർട്ട് കട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇതെങ്കിൽ, ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 6 square x എങ്കിൽ ഇതിൻ്റെ പവർ ഒന്ന് കൂട്ടിയിട്ട് ഇതേ ലിമിറ്റ് തന്നെ അപ്ലൈ ചെയ്താൽ മതിയാകും. ഓക്കെ, അതാണ് ചെയ്തേക്കുന്നത്. 0 മുതൽ π/4 വരെ. π/4 എന്ന് വെച്ചാൽ ടാൻ π/4 ടാൻ 45 വില എത്രയായി മാറി, 1 മൈനസ് 0/7 എന്നായി മാറും. ദാറ്റ് ഈസ് സിംപിളി 1/7. നമ്മുടെ ഓപ്ഷൻ പറയുന്ന സമയത്ത് ഏതാണ് ഫസ്റ്റ് ഓപ്ഷൻ, 1/7 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത രീതി മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ സ്റ്റെപ്പ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇതെങ്കിൽ പവർ ഒന്ന് കൂട്ടി എഴുതപ്പെടുക. ഇതറിയാൻ വയ്യാത്ത ആളുകൾ ടാൻ തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം, എന്നിട്ട് ചെയ്യാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് മക്കളെ ലിമിറ്റ് കൂടെ ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ക്വസ്റ്റൻ ആണ്. 10ാമത്തെ ക്വസ്റ്റൻ പറയുന്നതാണ് ഇന്റഗ്രൽ 0 to 2a f of x dx ഡിവൈഡഡ് ബൈ f of x പ്ലസ് f of 2a minus x. ഇത് കഴിഞ്ഞ വർഷം കീമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇന്റഗ്രൽ 0 to 2a f of x dx divided by f of x dx divided by f of x plus f of 2a minus x into dx. Okay, integral 0 to 2a f of x dx divided by f of x plus f of 2a minus x into dx എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഇന്റഗ്രലിനെ നമ്മൾ എന്ത് ചെയ്യും, i ഈക്വൽ എന്ന് വിളിക്കുക. ലെറ്റ് i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2a f of x dx divided by f of x plus f of 2a minus x into dx എന്ന് എഴുതി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. Again i is equal to integral 0 to 2a f of 2a minus x dx divided by f of 2a minus x plus f of 2a minus വെച്ചാൽ f of x എന്നായി മാറും. ശരിയല്ലേ? ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുക. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ കൂട്ടണം. 1 plus 2 കൂട്ടുന്ന സമയത്ത് i ഇവിടെ കൂട്ടുമ്പോൾ ആര് വരും, 2i. വിത്തിൻ ദ ലിമിറ്റ് 0 to 2a ഡിനോമിനേറ്റർ രണ്ടിടത്തും ഒരുപോലെയാണ്. അപ്പോൾ f of x plus f of 2a minus x എന്നായി മാറും. ഇവിടെ ഇത് തമ്മിൽ കൂട്ടുക. f of x plus f of 2a minus x whole into dx ആയി മാറി. ഇവ തമ്മിൽ വെട്ടിപ്പോകും. 2i is equal to x വിത്ത് ലിമിറ്റ് 0 മുതൽ 2a വരെ. അല്ലെ 2i is equal എന്ന് വിളിക്കാം, 2a എന്ന് വിളിക്കാം. അല്ലെങ്കിൽ i is equal എത്ര കിട്ടും, i is equal to a എന്ന് വരും. i is equal to a എന്ന് പറയുന്നതാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. i is equal to a എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ ഓപ്ഷൻ ഈ ഓപ്ഷൻ ലാസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എഴുതിയപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെയും അപ്ലൈ ചെയ്ത പ്രോപ്പർട്ടി ഏതാണ്, ഇന്റഗ്രൽ 0 to a f of x dx is equal to ഇന്റഗ്രൽ 0 to a f of a minus x dx എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് ഇവിടെയും അപ്ലൈ ചെയ്ത രീതി. ഓക്കെ, ചെയ്താൽ മനസ്സിലായല്ലോ. 0 to 2a f of x എഴുതി. അഗൈൻ i is equal അപ്പർ ലിമിറ്റ് a minus x. അപ്പോൾ ഇവിടെ 2a minus x, ഇവിടെ 2a minus of 2a minus x. അങ്ങനെയാണ് ഇത് f of x ആയി മാറുന്നത്. ഈ രണ്ട് തമ്മിൽ കൂട്ടുക. അപ്പോൾ 2i കിട്ടും. ഡിനോമിനേറ്റർ രണ്ടിടത്തും ഒരുപോലെയാണ്. ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടി എഴുതി. തമ്മിൽ ക്യാൻസലായി മാറും. dxന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ x വിത്ത് ലിമിറ്റ് 0 മുതൽ 2a വരെ. അല്ലെ 2i ഈസിക്കൽ 2a എന്ന് വരും. i ഈസിക്കൽ എത്ര കിട്ടും, a. i ഈസിക്കൽ a എന്ന് പറയുന്നതാണ് നമുക്ക് വേണ്ട സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 11ാമത്തെ ക്വസ്റ്റിലേക്ക് കടക്കുകയാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ശ്രദ്ധിക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ -π/4 മുതൽ π/4 വരെ x³ ഇൻറ്റു sin raised 4x dx എന്നാണ്. sin raised 4x dx എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ -a മുതൽ a വരെ f of x dx is equal to രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 0 if f of x is എപ്പോഴാണ് f of x is odd, അല്ലെങ്കിൽ 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to a f of x dx എന്ന് പറയാം if f of x is even. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി പറഞ്ഞുതരാമെന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈവൻ ആകുന്ന സമയത്ത് 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to f of x dx എഴുതാം. ഓഡ് ആകുന്ന സമയത്ത് 0 if f of x is odd. എങ്ങനെയാണ് ഓഡ് ഈവൻ ഫംഗ്ഷൻ നമ്മൾ തിരിച്ചറിയുന്നത്? എക്സിന് പകരം നമ്മൾ -x കൊടുക്കുന്ന സമയത്ത് ഫംഗ്ഷനകത്ത് ആ മൈനസ് വ്യത്യാസം സൃഷ്ടിക്കപ്പെടുന്നു ഉണ്ടെങ്കിൽ അതെന്തായി മാറും, ഓഡായി മാറും. ഇപ്പോൾ x³ മൈനസ് സൈൻ റേസ്ഡ് 4x. അപ്പോൾ എക്സിന് പകരം -x കൊടുത്താൽ എന്ത് വരും, മൈനസ് ഫംഗ്ഷനകത്ത് എന്ത് വരും, ഒരു മൈനസിൻ്റെ വ്യത്യാസം വരും.
അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻ വിളിക്കുന്ന പേരാണ് ഓഡ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ഇത് കാണുമ്പോഴേ മനസ്സിലാക്കുക ഓടാണ്. അതേസമയം എക്സ് സ്ക്വയർ ആയിരുന്നെങ്കിൽ അത് ഈവനായി മാറിയേനെ. കാരണം ഇവിടെ സൈൻ റൈസ്ഡ് 4x ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഫോർത്ത് പവർ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ എക്സ് സ്ക്വയർ ആയിരുന്നെങ്കിൽ അയാൾ ഓടായനും, എക്സ് റൈസ് 4 അല്ല ഈവൻ ആയനും, എക്സ് റൈസ് 4 ആയിരുന്നെങ്കിലും അയാൾ എന്തായാലും ഈവൻ ആയനും, എക്സ് റൈസ് 6 ആയാലും എന്തായി മാറിയനും ഈവനായി മാറിയനും. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? ഓഡ് ഫംഗ്ഷനാണ്. ബിക്കോസ് വെൻ യു റീപ്ലേസ് എക്സ് ബൈ മൈനസ് എക്സ് ഇറ്റ് ബിക്കംസ് മൈനസ് എഫ് ഓഫ് എക്സ് എന്നായി മാറും. ശരിയല്ലേ? ഇവിടെ ഇരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ റൈസ്ഡ് 4x ആണ്. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സിന്റെ ക്യൂബ് ഇൻറ്റു സൈൻ റൈസ്ഡ് 4 ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ക്യൂബ് സൈൻ റൈസ്ഡ് 4x എന്നായി മാറും. സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്, പക്ഷേ ഫോർത്ത് പവർ എടുക്കുമ്പോൾ പോസിറ്റീവായി മാറി. അപ്പോൾ ഇതെന്തായി മാറി? ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ എന്തായി മാറി? അതിന്റെ വില എത്രയായി മാറും? 0. ഏത് പ്രോപ്പർട്ടിയാണ്? ഈ പ്രോപ്പർട്ടി. മൈനസ് എ മുതൽ എ വരെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസിക്കൽ 0 വെൻ എഫ് ഓഫ് എക്സ് ഈസ് ഓഡ്. ഓടാകുന്ന സമയത്ത് അതിന്റെ വില എത്രയായി മാറും? 0 ആയി മാറും. അപ്പോൾ നമ്മുടെ ആൻസർ ഏത് വരും? ആൻസർ എന്ന് പറയുന്നത് 0 എന്ന് വരും. ഓക്കെ, ഇതാണ് അതിന്റെ ആൻസർ. 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ് ഇന്റഗ്രൽ dx divided by x raised to n plus 1 plus x is equal to integral dx divided by x raised to n plus 1 plus x is equal to അതിന്റെ വിലയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ dx divided by x raised to n plus 1 into x എന്നുള്ളതിനെ എങ്ങനെ എഴുതാമല്ലോ? x raised to n into x plus x എന്ന് എഴുതാം. ഈ രണ്ട് ടൈമിൽ നിന്ന് x കോമൺ എടുത്താൽ ആര് വരും? x into x raised to n plus 1 എന്ന് എഴുതാം. മൾട്ടിപ്ലൈയിങ് numerator and denominator by x raised to n minus 1. Numerator and denominator x raised to n minus 1 multiply the x raised to n minus 1 into dx into x raised to n minus 1 into x raised to n plus 1 എന്നായി മാറും. ഇന്റഗ്രൽ x raised to n minus 1 into dx divided by ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആര് വരും? x raised to n into x raised to n plus 1 എന്ന് എഴുതാം. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു x raised to n minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്തിനാണ്? ഈ പറയുന്ന ഫോമിലേക്ക് ആക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? x raised to n minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം ന്യൂമറേറ്റർ x raised to n minus 1, ഡിനോമിനേറ്റർ a raised to m into a raised to n, a raised to m plus n പവർ എന്തായി മാറി? x raised to n ആയി മാറി. ഇനി എന്ത് ചെയ്താൽ മതി? x raised to n plus 1 പുട്ട് ചെയ്ത് കൊടുത്താൽ മതി. പുട്ട് x raised to n plus 1 x raised to n ഈസ് ഈക്വൽ ടി എന്ന് കൊടുക്കാം. അല്ലെ x raised to n plus 1 ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ x raised to n ഈസ് ഈക്വൽ ടി ആകുമ്പോൾ n into x raised to n minus 1 into dx ഈസ് ഈക്വൽ ആര് വരും? dt. അല്ലെ x raised to n minus 1 dx ഈസ് ഈക്വൽ 1/n into dt എന്നായി മാറും. അതായത് 1/n into x raised to n minus 1 dx ന് പകരം dt ഡിവൈഡഡ് ബൈ ഇതെന്തായി മാറും? t into t plus 1 എന്നായി മാറും. t into t plus 1 which is equal to 1/n into ഇതിനെ ഇങ്ങനെ എഴുതാമല്ലോ 1/t minus 1/t plus 1 into dt. പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. t plus 1 minus t എന്ന് പറയുമ്പോൾ 1 ആയി മാറും. ഡിവൈഡ് ബൈ t into t plus 1 that is 1/n into log t minus log t plus 1 എന്നായി മാറും. plus c which is equal to 1/n into log t യുടെ വില എത്ര? t യുടെ വില x raised to n minus log x raised to n plus 1 plus c which is equal to 1/n into എന്ത് വിളിക്കാം? log a minus log b that is log a by b എന്ന് പറയുന്ന ഫോമുലായി മാറും plus c. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 1/n into log x raised to n divided by x raised to n plus 1 എന്ന് പറയുന്ന ഫോമുലായി മാറും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, dx divided by x raised to n plus 1 plus x എന്നാണ്. അപ്പോൾ dx divided by ഇതിനെ x raised to n into x plus x എന്ന് എഴുതാം. ഇവിടുന്ന് x കോമൺ എടുത്താൽ ബ്രാക്കറ്റിൽ x raised to n plus 1 ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഒരു x raised to n minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ x raised to n minus 1 into dx ഡിവൈഡ് ബൈ x into x raised to n minus 1 into ബ്രാക്കറ്റിൽ x raised to n plus 1 ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x raised to n ആയി മാറും. x raised to n നമ്മൾ പുട്ട് ചെയ്യുന്ന സമയത്ത് n into x raised to n minus 1 into dx is equal to dt അല്ലെങ്കിൽ x raised to n minus 1 dx is equal to 1/n into dt എന്നായി മാറും. അപ്പോൾ 1/n into dt ഡിവൈഡഡ് ബൈ x raised to n പകരം t x raised to n plus 1 എന്ന് പറഞ്ഞാൽ t plus 1. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. എങ്ങനെ അറേഞ്ച് ചെയ്യാം? 1/t minus 1/t plus 1. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് log t minus log t plus 1 t യുടെ വില കൊടുക്കുന്നു log a minus log b that is log a by b എന്ന് പറയുന്ന ഫോമിലായി മാറും. ചെയ്താൽ മനസ്സിലായോ? അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. നമ്മൾ ഓപ്ഷൻ പറയുന്ന സമയത്ത് ഓപ്ഷൻ ഇ വരും. 1 ഡിവൈഡഡ് ബൈ n into x raised to n ഡിവൈഡഡ് ബൈ x raised to n plus 1. ലാസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മൾ 12 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കണം. ഇൻ്റഗ്രൽ 0 to π/2 cos x ഡിവൈഡഡ് ബൈ 1 plus sin x into dx. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം
ഡിനോമിനേറ്റർ കണ്ട് മനസ്സിലാക്കണം. എന്താണ് ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, sin x ന്റെ ഡെറിവേറ്റീവ് എത്രയാണ്, cos x ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ എപ്പോഴും എന്ത് ചെയ്യും, log ഓഫ് ദ ഡിനോമിനേറ്റർ ആയിരിക്കും അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ വിത്തിൻ ദ ലിമിറ്റ് 0 മുതൽ π/2 വരെ. എന്താ ഞാൻ പറഞ്ഞത്, ഇൻ്റഗ്രൽ ഇങ്ങനെയാണ് റിസൾട്ട്. ഇൻ്റഗ്രൽ f' ഡിവൈഡഡ് ബൈ f ഓഫ് x dx. ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ log ഓഫ് ദ ഡിനോമിനേറ്റർ ആയിരിക്കും. log ഓഫ് f ഓഫ് x പ്ലസ് c എന്ന് പറയുന്ന ഫോമിൽ ആയിരിക്കും. അപ്പോൾ എന്ത് വരും, ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ. 1ന്റെ ഡെറിവേറ്റീവ് എത്രയായി മാറും, 0 ആയി മാറും. sin x ഡെറിവേറ്റീവ് എത്രയായി മാറി, cos x ആയി മാറി. സോ ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ. സോ log ഓഫ് ദ ഡിനോമിനേറ്റർ അപ്ലൈ ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് which is equal to log അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് 1 പ്ലസ് sin π/2, sin π/2 1 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് log 1 പ്ലസ് sin 0. അപ്പോൾ log 1 എന്നായി മാറും. അതായത് log 2 മൈനസ് log 1, അതായത് log 2 എന്ന് എഴുതാം. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ വരും. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ log 2 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, log 2. അപ്പോൾ നമ്മൾ 13 ക്വസ്റ്റ്യൻ ആണ് ചെയ്ത് കഴിഞ്ഞാൽ 14ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ്റഗ്രൽ cos raised to minus 3/7 x into sin raised to minus 11/7 x dx എന്നാണ്. cos raised to minus 3/7 x into sin raised to minus 11/7 x എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ചെയ്യാനൊരു മാർഗ്ഗമുണ്ട്, വിച്ച് ഇസ് ഈക്വൽ, ഞാൻ ചെയ്യുന്ന രീതി നോക്കണം, വിച്ച് ഇസ് ഈക്വൽ ടു sin raised to minus 11/7 x ഡിവൈഡഡ് ബൈ cos raised to minus 11/7 x into sec square x dx എന്ന് എഴുതാം. ശരിയാണോ? കാരണം ഈ sec square x താഴോട്ട് വരുമ്പോൾ 1/cos square x കൂട്ടിയുടെ മൈനസ് 11/7 പ്ലസ് 2 എന്നായി മാറും. അതായത് എന്ത് വരും, 7 into 2 14, 14 മൈനസ് 1, അതായത് cos raised to 3/7. അയാൾ മുകളിൽ ചെല്ലുമ്പോൾ എന്തായി മാറും, cos raised to മൈനസ് 3/7 എന്ന് പറയുന്ന ഫോമിലായി മാറും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, cos raised to മൈനസ് 3/7 into sin raised to മൈനസ് 11/7 into x dx എന്നാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ cos raised to മൈനസ് 3/7 നമ്മളൊന്ന് അറേഞ്ച് ചെയ്തത്. എങ്ങനെ അറേഞ്ച് ചെയ്തു, cos raised to മൈനസ് 11/7 x into sec square x എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ കാരണം ഈ sec square x വെച്ചാൽ 1/cos square ആണ്. നമ്മൾ പവർ തമ്മിൽ കൂട്ടുന്ന സമയത്ത് എന്തായിക്കോളും, ഈ പറഞ്ഞ cos raised to 3/7 ആയിക്കോളും. മുകളിൽ ചെല്ലുമ്പോൾ cos raised to മൈനസ് 3/7 x ആയിക്കോളും. ഇതിന് രണ്ടിനോട് ചേർത്ത് എന്ത് ചെയ്യാം, tan raised to മൈനസ് 11/7 x into sec square x dx എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി, tan x പുട്ട് ചെയ്താൽ മതി. പുട്ട് tan x is equal to എന്ത് വിളിക്കാം, tan x is equal to t എന്ന് കൊടുക്കുമ്പോൾ tan x ഡെറിവേറ്റീവ് ആണ് sec square x dx is equal എന്ത് വിളിക്കാം, dt. അപ്പോൾ ഈ പറഞ്ഞ ഇൻ്റഗ്രൽ എന്തായി മാറി, ദാറ്റ് ഈസ് LHS is equal to എന്ത് വിളിക്കാം, ഇൻ്റഗ്രൽ t raised to മൈനസ് 11/7 into sec square x dx എന്ന് പറയുന്നത് നമ്മുടെ dt. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം t raised to മൈനസ് 11/7 പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 11/7 പ്ലസ് 1 പ്ലസ് c എന്നായി മാറും, വിച്ച് ഇസ് ഈക്വൽ ടു t raised to മൈനസ് എന്ത് പറയും, മൈനസ് 4/7 ഡിവൈഡഡ് ബൈ മൈനസ് 4/7 പ്ലസ് c, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 7/4 ഇൻറ്റു t raised to മൈനസ് 4/7 പ്ലസ് c എന്നായി മാറും. ടിയുടെ വിലയും കൂടെ കൊടുത്തെഴുതുന്ന സമയത്ത് മൈനസ് 7/4 ഇൻറ്റു ടിയുടെ വില tan x raised to മൈനസ് 4/7 പ്ലസ് c. അപ്പം മൈനസ് 7/4 ഇൻറ്റു tan raised to മൈനസ് 4/7 പ്ലസ് c എന്ന് വരും. നമ്മുടെ ഓപ്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ്, ദാറ്റ് ഈസ് തേർഡ് ഓപ്ഷൻ, മൈനസ് 7/4 ഇൻറ്റു tan raised to മൈനസ് 4/7 പ്ലസ് c. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്തു. ഈ cos raised to മൈനസ് 3/7 കൂടെ ഒന്ന് അറേഞ്ച് ചെയ്തു. എങ്ങനെ അറേഞ്ച് ചെയ്തു, cos raised to മൈനസ് 11/7 ഇൻറ്റു sec square x. sec square മീൻസ് 1/cos square. താഴെ വരുമ്പോൾ പവർ തമ്മിൽ കൂട്ടി എഴുതാം. പവർ തമ്മിൽ കൂട്ടി എഴുതുമ്പോൾ cos raised to 3/7 ആയി മാറും. മുകളിൽ ചെല്ലുമ്പോൾ അത് cos raised to മൈനസ് 3/7 ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇതിനെ tan raised to മൈനസ് 11/7 ഇൻറ്റു sec square x, tan x നമ്മൾ പുട്ട് ചെയ്തു, അറേഞ്ച് ചെയ്ത് വന്നു. ഓക്കെ, ചെയ്ത പിടി കിട്ടിയല്ലോ. അപ്പോൾ അടുത്തത് നമ്മൾ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ്റഗ്രൽ π/6 മുതൽ π/3 വരെ dx ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് tan x ആണ്. ഇൻ്റഗ്രൽ π/6 മുതൽ π/3 വരെ dx ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് റൂട്ട് tan x. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി ഇങ്ങനെ എഴുതാമല്ലോ, π/6 മുതൽ π/3 വരെ dx ഡിവൈഡഡ് ബൈ 1 പ്ലസ് റൂട്ട് tan x മീൻസ് sin x ബൈ cos x എന്നായി മാറും, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ π/6 മുതൽ π/3 വരെ എന്ത് വിളിക്കാം, റൂട്ട് cos x dx ഡിവൈഡഡ് ബൈ റൂട്ട് sin x പ്ലസ് റൂട്ട് cos x. ഓക്കെ, എഴുതിയപ്പടി കിട്ടിയല്ലോ. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു നിർത്താം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1.
ലൈക്ക് ഐ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് നമ്മൾ എഴുതി വരുന്നത്. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇക്വേഷൻ നമ്പർ 1. എഗൈൻ ഐ ഈസ് ഈക്വൽ ടു എന്ന് വിളിക്കുക. അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് കൂട്ടുമ്പോൾ അത് വരും π/2. അതായത് π/6 മുതൽ π/3 വരെ റൂട്ട് ഓഫ് കോസ് π/2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സൈൻ π/2 മൈനസ് എക്സ് പ്ലസ് റൂട്ട് കോസ് π/2 മൈനസ് എക്സ് എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ π/6 മുതൽ π/3 വരെ റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് dx. ഇക്വേഷൻ നമ്പർ 2. ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്ത്? ഇൻ്റഗ്രൽ a മുതൽ b വരെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ മുതൽ ബി വരെ എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി വ്യക്തമായി അറിയണം. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ π/2, π/3 പ്ലസ് π/6 എന്ന് വെച്ചാൽ π/2 മൈനസ് എക്സ്. നമ്മൾ എഴുതി ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 1ഉം. ആഡ് ദെൻ 1 പ്ലസ് 2 1 ഉം 2 തമ്മിൽ കൂട്ടിയ 1 ഉം 2 തമ്മിൽ കൂട്ടുമ്പോൾ ഇത് 2i ആയി മാറും. 2i വിത്തിൻ ദ ലിമിറ്റ് π/6 മുതൽ π/3 വരെ ഡിനോമിനേറ്റർ ഒരുപോലെയാണ്. അതായത് റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ്. ന്യൂമറേറ്റർ എന്ന് വരും റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്നായി മാറും. ഇവ തമ്മിൽ ക്യാൻസലായി മാറും. 2i ഈസ് ഈക്വൽ ടു എക്സ് വിത്തിൻ ദ ലിമിറ്റ് π/3 മുതൽ π/6 മുതൽ π/3 വരെ വിച്ച് ഇസ് ഈക്വൽ ടു 2i ഈസ് ഈക്വൽ ടു π/3 മൈനസ് π/6. 6 എൽസിയം എടുത്തു കഴിഞ്ഞാൽ ആര് വരും? 2π മൈനസ് π. നമ്മൾ എഴുതി വരുന്നത് 2i ആണ്. അതായത് i ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? π/12 എന്നായി മാറും. i ഈസ് ഈക്വൽ ടു π/12. സോ ദി ആൻസർ ഈസ് π/12. അപ്പോൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഒന്ന് ഓർമ്മയിരിക്കണം. റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് കോസ് എക്സ് എൽസിയം എടുക്കുന്നു. എന്നിട്ട് റൂട്ട് കോസ് എക്സ് മോളിപ്പോവും. റൂട്ട് കോസ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ്. അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് എന്ന് പറയും π/2 മൈനസ് എക്സ്. ഇവിടെയും അതുപോലെ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് മൈനസ് എക്സ്, അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് മൈനസ് എക്സ്. ഇത് സൈൻ എക്സ്, ഇത് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം തമ്മിൽ കൂട്ടുക. ഡിനോമിനേറ്റർ ഒരുപോലെയാണ്. അപ്പോൾ എക്സ് വിത്തുന്ന ലിമിറ്റ് π/6 മുതൽ π/3 വരെ. നമ്മൾ π/3 മൈനസ് π/6 അതായത് 2π മൈനസ് π ദാറ്റ് ഈസ് π/6 എന്നായി മാറും. ആൻസർ എത്ര വരും? ആൻസർ ഈസ് ഈക്വൽ ടു π/12 എന്നായി മാറും. ഓക്കെ, അടുത്ത നമ്മൾ 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ്റഗ്രൽ sin 2x ഡിവൈഡഡ് ബൈ sin 3x ഇൻറ്റു sin 5x dx എന്ന് പറയും. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ sin 2xനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യും. എങ്ങനെ അറേഞ്ച് ചെയ്യും? sin 5x മൈനസ് sin of 5x മൈനസ് 3x ഡിവൈഡഡ് ബൈ sin 3x ഇൻറ്റു sin 5x എന്ന് പറയുന്ന ഫോം. ഇത് ഏത് ഫോമിലാണ്? sin of a മൈനസ് b, sin a cos b മൈനസ് ആര് വരും? cos a sin b dx. ഓരോ ടേമിനെയും കൂടെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാം. sin 3x ഇൻറ്റു sin 5x. ഇവിടെയും ടേമിനെ സെപ്പറേറ്റ് ചെയ്യാം. sin 3x ഇൻറ്റു sin 5x. അപ്പോൾ ആര് വരും? ദാറ്റ് ഈസ് sin 5x ക്യാൻസലായി മാറും. cot 3x മൈനസ് എന്ന് വരും തമ്മിൽ ക്യാൻസലായി മാറും. cot 5x ഹോൾ ഇൻറ്റു ആര് വരും? dx വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം? cot xൻ്റെ ഇൻ്റഗ്രൽ എന്തായി മാറി? log sin 3x ബൈ 3 മൈനസ് ലോഗ് കോട്ട് 5xന് എന്തായി മാറും? ദാറ്റ് ഈസ് sin 5x ഡിവൈഡഡ് ബൈ 5 പ്ലസ് c. ഇതാണ് നമ്മുടെ ആൻസർ. നമ്മുടെ ഓപ്ഷൻ പറയുന്ന സമയത്ത് നമ്മുടെ ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് കോട്ടക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് സൈൻ എക്സ് എന്നാണ് കോട്ടക്സിൻ്റെ ഇൻ്റഗ്രൽ. അപ്പോൾ ഈ കോയിഫിഷ്യൻ്റ് കൂടെ ഡിവൈഡ് ചെയ്യണം. കോട്ട് 3x ആകുമ്പോൾ എന്തായി മാറും? ലോഗ് സൈൻ 3x ബൈ 3 ആയി മാറും. കോട്ട് 5x ആകുന്ന സമയത്ത് എന്തായി മാറി? ലോഗ് സൈൻ 5x ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്ന ഫോംസ്. ഇത് എഴുതിയാൽ മനസ്സിലായല്ലോ. സൈൻ 2xനെ സൈൻ ഓഫ് 5x മൈനസ് 3x എന്ന് പറയുന്ന ഫോം. ദാറ്റ് ഈസ് സൈൻ ഓഫ് എ മൈനസ് ബി, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. എന്നിട്ട് ഞാനൊരു സ്റ്റെപ്പ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യണം. ഡിനോമിനേറ്റർ വെച്ച് ഓരോ ടേമിനെയും എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സൈൻ 5xും സൈൻ 5x കോസ് ബൈ സൈൻ കോട്ടായി മാറി. ഇവിടെയും കോസ് സൈൻ 3xും സൈൻ 3xും കട്ട് ചെയ്തു പോകും. കോസ് ബൈ സൈൻ എന്തായി മാറി? കോട്ടായി മാറി. കോട്ടക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ലോഗ് സൈൻ എക്സ് ആണ്. എക്സിൻ്റെ കോയിഫിഷ്യൻ ഏതാണ്? അത് വെച്ചുകൂടെ ഡിവൈഡ് ചെയ്യപ്പെടുക. സോ നമ്മുടെ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത നമ്മുടെ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ്: ഇൻ്റഗ്രൽ സൈൻ റൈസ് ടു 6x പ്ലസ് കോസ് റൈസ് ടു 6x പ്ലസ് 3 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിയോ, ഇൻ്റഗ്രൽ സൈൻ റൈസ് ടു 6x പ്ലസ് കോസ് റൈസ് ടു 6x പ്ലസ് 3 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് dx.
ഇൻ്റഗ്രൽ സൈൻ റൈസ് ടു 6x പ്ലസ് കോസ് റൈസ് ടു 6x എന്ന് പറയുന്ന സമയത്ത് ഇതിനെ എന്ത് വിളിക്കാം? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് വിളിക്കാം. അല്ല, അപ്പോൾ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ദി ഹോൾ ക്യൂബ് ഇൻറ്റു ഡി എക്സ് എന്ന് വിളിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ വില 1 ആണ്. ഇൻ്റഗ്രൽ ഡി എക്സ് എന്നായി മാറും. ദാറ്റ് ഈസ് ആൻസർ എന്ന് പറയുന്നത് എക്സ് ആയി മാറും. ആൻസർ എക്സ് പ്ലസ് സി എന്ന് പറയും. ഒന്നുകൂടെ ഞാൻ പറയാം, ഇത് ഏത് ഫോമിലാണ്? സൈൻ റൈസ് ടു 6x പ്ലസ് കോസ് റൈസ് ടു 6x പ്ലസ് 3 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ്. ഇതിനെ എന്ത് വിളിക്കാം? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ദി ഹോൾ ക്യൂബ് എന്ന് വിളിക്കാം. കാരണം എ പ്ലസ് ബി ദി ഹോൾ ക്യൂബ് എങ്ങനെയാണ്? എ പ്ലസ് ബി ദി ഹോൾ ക്യൂബ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സിന്റെ വില 1 ആയി മാറി. അങ്ങനെയാണ് 3 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ്, സൈൻ റൈസ് 6x കോസ് റൈസ് 6x. ഇതിന്റെ വില സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ദി ഹോൾ ക്യൂബ് 1 ഇൻറ്റു ഡി എക്സ് ഡി എക്സ്. ഡി എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ്. സോ ദി ആൻസർ ഈസ് എക്സ് പ്ലസ് സി. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കുകയാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ്റഗ്രൽ 4 റൈസ് ടു എക്സ് പ്ലസ് 1 മൈനസ് 7 റൈസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 28 റൈസ് ടു എക്സ് ഡി എക്സ് എന്നാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 4 റൈസ് ടു എക്സ് പ്ലസ് 1 മൈനസ് 7 റൈസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 7 റൈസ് ടു എക്സ് ഇൻറ്റു 4 റൈസ് ടു എക്സ് എന്ന് എഴുതാം. ഓരോ ടേമിനെ സെപ്പറേറ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് വിച്ച് ഈസ് ഈക്വൽ ടു 4 റൈസ് ടു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4 റൈസ് ടു എക്സ് പ്ലസ് 1 4 റൈസ് ടു എക്സ് ഇൻറ്റു 4 ഡിവൈഡ് ബൈ 7 റൈസ് ടു എക്സ് ഇൻറ്റു 4 റൈസ് ടു എക്സ് മൈനസ് 7 റൈസ് ടു എക്സ് മൈനസ് 1 7 റൈസ് ടു എക്സ് ഇൻറ്റു 7 റൈസ് ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 റൈസ് ടു എക്സ് ഇൻറ്റു 7 റൈസ് ടു എക്സ് എന്ന് എഴുതാം. ഓക്കെ, അവിടെ എല്ലാം എന്തുണ്ട്? ഡി എക്സ് ഉണ്ട്. ഡി എക്സ് മൈനസ് ഇതിൻ്റെ ഡി എക്സ്. ഓക്കെ, ഈ 4 റൈസ് ടു എക്സും 4 റൈസ് ടു എക്സും ക്യാൻസൽ ആയി മാറി. ബാക്കി ആരുണ്ട്? 4 ഉണ്ട്. ഈ 7 റൈസ് ടു മൈനസ് എക്സ് മോളി വരും ഡി എക്സ് മൈനസ് ആര് വരും? ഈ 7 റൈസ് ടു എക്സും 7 റൈസ് ടു എക്സിൽ വെട്ടിപ്പോകും. 7 റൈസ് ടു ഇതെന്ത് വരും? ദാറ്റ് ഈസ് 4 റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ് എന്നായി മാറും. വിച്ച് ഈസ് ഈക്വൽ ടു ഇതെന്താണ്? എ റൈസ് ടു എക്സ് എന്ന് പറയുന്ന ഫോമിലാണ്. എ റൈസ് ടു എക്സ് ഉണ്ടെങ്കിൽ എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ മൈനസ് ആര് വരും? 1/7 ഇൻറ്റു എ റൈസ് ടു ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ കൊടുക്കാം. എക്സിൻ്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ മൈനസ് വരും. ഓക്കെ, 1/7 ഇൻറ്റു എ റൈസ് ടു എക്സ് എന്ന് പറയുന്ന ഫോമിലാണ്. എ റൈസ് ടു എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എ റൈസ് ടു എക്സ് ഇൻറ്റു അല്ല ഡിവൈഡഡ് ബൈ ആണ്. നമ്മൾ ഡെറിവേറ്റീവ് അല്ല, ഇൻ്റഗ്രേറ്റ് ചെയ്യല്ല. 7 റൈസ് ടു മൈനസ് എക്സിന് 7 റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് 7 ഇൻറ്റു എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഏതാണ്? -1 വെച്ച് ഡിവൈഡ് ചെയ്തു. അതാണ് -4 ഇൻറ്റു 7 റൈസ് ടു മൈനസ് 7x ഡിവൈഡ് ബൈ ലോഗ് 7. ഇവിടെ എടുക്കുന്ന സമയത്ത് -4 റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് 4 ഇൻറ്റു എക്സിൻ്റെ മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവായി മാറി. അപ്പോൾ ആൻസർ വരുന്ന 1/7 ഇൻറ്റു 4 റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് 4 മൈനസ് 4 ഇൻറ്റു 7 റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് 7. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഞാൻ എന്നൂടെ പറയാം, ഇതിനെ എന്ത് ചെയ്തു? 4 റൈസ് ടു എക്സ് പ്ലസ് 1 മൈനസ് 7 റൈസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ 7 റൈസ് ടു എക്സ് ഇൻറ്റു 4 റൈസ് ടു എക്സ്. ഓരോ ടേമിനെയും എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യപ്പെടുക. അപ്പോൾ എന്തായി മാറി? 7 റൈസ് ടു എക്സ് മോളിപ്പോവും. 4 റൈസ് ടു എക്സ് 4 റൈസ് ടു എക്സ് ക്യാൻസൽ ആയി മാറി. വെളിയിൽ 4 വരും. ഇവിടെയും സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാം. 7 റൈസ് ടു മൈനസ് 1 ഞാൻ എന്ത് ചെയ്തു? 1/7 എഴുതി. 4 റൈസ് ടു എക്സ് മോളിൽ ചെല്ലുമ്പോൾ 4 റൈസ് ടു മൈനസ് എക്സ് ആയി മാറും. ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 4 റൈസ് ടു മൈനസ് എക്സിൻ്റെ 4 റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ ലോഗ് 4 ഡിവൈഡഡ് ബൈ -1 അതാണ് പോസിറ്റീവ്. ഇതെന്തായി മാറി? നെഗറ്റീവായി മാറി. ഇവിടെ മൈനസ് എക്സിൻ്റെ കോയിഫിഷ്യൻ ഏതാണോ അത് വെച്ച് ഡിവൈഡ് ചെയ്യപ്പെടണം. ബിക്കോസ് യു ആർ ഇൻ്റഗ്രേറ്റിംഗ് ദി ടേം. അപ്പോൾ ഇത് നെഗറ്റീവായി മാറി. അപ്പം നമ്മുടെ ഓപ്ഷൻ പറയുകയാണെങ്കിൽ 1/7 ഇൻറ്റു 4 റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ നമ്മുടെ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 19ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: ദി വാല്യൂ ഓഫ് e raised to tan inverse x into 1 plus x plus x square divided by 1 plus x square എന്നാണ് into dx. e raised to tan inverse x into 1 plus ഇത് അടുത്ത ടേം ആണ് into 1 plus x square into dx. അപ്പോൾ നോക്കിയേ, ഇതിനെ എങ്ങനെ എഴുതാം? e raised to tan inverse x into നോക്കണേ 1 plus x square divided by 1 plus x square plus x divided by 1 plus x square into dx, which is equal to integral e raised to tan inverse x into e raised to tan inverse x into എന്ത് ചെയ്യാം? 1 plus x divided by 1 plus x square into dx എന്നായി മാറും. ഓക്കെ, അപ്പോൾ e raised to x ൻ്റെ ഒരു ഫംഗ്ഷൻ പ്ലസ് അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഫോമുലായി മാറും.
അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ത് വരും? എക്സ് ഇൻറ്റു ഇ റൈസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഫോമിലായി മാറും. നമ്മളൊരു ഫോം പഠിക്കുന്നുണ്ട്, ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് വരുന്നതെങ്കിൽ ഇപ്പം 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്, ഇതിനെ വേണമെങ്കിൽ സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കാണിക്കാം. സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഇങ്ങനെ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ, ഒരു സ്റ്റെപ്പാണ് ഞാൻ എഴുതി കാണിക്കാം. ഇ റൈസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ്, ഇ റൈസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് എന്ത് വിളിക്കാം? ഇ റൈസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. എന്ത് ചെയ്യണം? ഇതിനെ നിങ്ങൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്യണം. ഈ ടേമിനെ അനക്കാൻ പാടില്ല, ഒരു ടേം ക്യാൻസലായി മാറിക്കോളും. നിങ്ങൾക്ക് ഉത്തരം എത്ര തന്നെ കിട്ടും? എക്സ് ഇൻറ്റു ഇ റൈസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. ഇതിൻ്റെ ഉത്തരം വേണമെങ്കിൽ ഇവിടെ എഴുതി കാണിക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഇതിനെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്യണം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്യുക, ഇതിനെ ഒന്നും ചെയ്യേണ്ട, ഒന്നും അനക്കരുത്. അപ്പോൾ ഉത്തരം എന്ത് വരും? ഇവിടുത്തെ ഇതിൻ്റെ വില അങ്ങ് ക്യാൻസലായി മാറിക്കോളും. ഇതിൻ്റെ വില എത്ര കിട്ടും? ഇതിൻ്റെയും ഈ ടേം തമ്മിൽ ക്യാൻസലായി മാറും. ഇൻ്റഗ്രൽ ഇ റൈസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ക്യാൻസലായി മാറും. ബാക്കി വരുന്നത് എക്സ് ഇൻറ്റു ഇ റൈസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ വരുന്നത് എക്സ് ഇ റൈസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. നമ്മുടെ ഓപ്ഷൻ ലാസ്റ്റ് ഓപ്ഷനാണ് വരുന്നത്, ലാസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇത് ചെയ്ത് നോക്കണം. സമയത്തിൻ്റെ പരിമിതികൾ മൂലം ഞാനിത് ചെയ്ത് കാണിക്കുന്നില്ല. ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്യണം. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്. ഇതിനെ അനക്കരുത്. അപ്പോൾ ഇത് തമ്മിൽ ക്യാൻസലായി മാറും. എക്സ് ഇൻറ്റു ഇ റൈസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. അപ്പോൾ ഇത്രയും നിൽക്കട്ടെ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരികയാണ്. ബാക്കിയുള്ള ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്, അത് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കണം. നന്ദി, നമസ്കാരം.